തിരുവനന്തപുരം നരുവാമൂടിൽ ഫർണിച്ചർ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായി. ഇന്ന് 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പോഴും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സമീപത്തെ കുളങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് MG പ്രതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഇത്ര നേരം കഴിഞ്ഞിട്ടും തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലാണ് ഈ തീപിടുത്തമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? തിരുവനന്തപുരത്ത് ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ് നരുവാമൂട്ടിൽ നടന്നത്. അമ്മാനൂർക്കോണം ഭാഗത്താണ് ഒരു ഫർണിച്ചർ ഗോഡൌണിന് തീപിടിച്ചത്. 4:10 ഈ തീപിടുത്തം ഉണ്ടായി എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സമയം 7 മണിയായിട്ടും ഇതുവരെയും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ ഒരു ഗോഡൌൺ ആണ്. ഈ ഗോഡൌണിനോട് ചേർന്ന നിരവധി വീടുകളുണ്ട്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഒരു പരിശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഒരു തരത്തിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 12 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇതുവരെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം എത്തിയ 6 യൂണിറ്റ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളം തീർന്നതിനെ തുടർന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് വരുത്തുകയായിരുന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ സമീപത്തുള്ള വീടുകളിലേക്ക് തീ ആളിപ്പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സമീപത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ തന്നെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരു ഗോഡൌൺ കൂടിയായിരുന്നു. ഈ ഫർണിച്ചർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ ഗോഡൌണിൽ നടന്നിരുന്നത്. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഈ വീട്ടുകാരോ ഗോഡൌണിലെ തൊഴിലാളികളോ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. സമീപത്തുള്ള പരിസരവാസിയാണ് ഈ തീപിടുത്തം ആദ്യമായി കാണുന്നതും പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. കാട്ടാക്കടയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ആദ്യം എത്തിയത്. പിന്നീട് തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി. ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്നും കൂടുതൽ യൂണിറ്റുകൾ എത്തുന്നുണ്ട്. രാത്രിയാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് തീ അണയ്ക്കുക കുറച്ച് പ്രയാസകരമാണ്. മാത്രമല്ല, ഈ പെട്ടെന്ന് വലിയ ഫയർ എഞ്ചിനുകൾക്കൊന്നും തന്നെ ഇവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു പ്രതിസന്ധി നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ തീപിടുത്തം അറിഞ്ഞത് എന്നതാണ് ഗോഡൌൺ ഉടമ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും എത്രയും വേഗം തീ നിയന്ത്രണ വിധേയമാക്കി സമീപവാസികളെ ഒക്കെ തന്നെ സുരക്ഷിതരാക്കാൻ കഴിയുമെന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. അതിനായി കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുമുണ്ട്. SKN. ഓക്കെ, MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഫർണിച്ചർ ഗോഡൌണിൽ തിരുവനന്തപുരത്ത് നരുവാമൂടിൽ തീപിടുത്തമുണ്ടായി എന്നാണ് വാർത്ത. ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഗ്യവശാൽ ഈ സംഭവ സ്ഥലത്ത് ആളുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.